കൃത്യമായി പഠിച്ചെടുത്താൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം തന്നെയാണ് നമ്മുടെ മലബാർക്കാരുടെ കലത്തപ്പല്ലേ. ഇന്ന് ഞാനിവിടെ ചെയ്തെടുക്കുന്ന കലത്തപ്പം ഒരു 3 ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നമുക്ക് വലിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾ അങ്ങ് ഫോളോ ചെയ്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടും. ചിലരൊക്കെ പറയാറുണ്ട് കലത്തപ്പം ഉണ്ടാക്കി പോയാൽ അത് നല്ല ഹാർഡായി പോയിട്ടുണ്ടെന്ന്. പക്ഷേ ഇതേ അളവിൽ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു കലത്തപ്പം ഉണ്ടാക്കുന്ന അളവും അതുപോലെ ഇതുപോലെ 3 ഉണ്ടാക്കുന്ന അളവും ഞാൻ രണ്ടും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അത് നിങ്ങൾ അങ്ങ് ഫോളോ ചെയ്താൽ മതി. എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പച്ചരിയാണ് വേണ്ടത്. 3 കപ്പ് പച്ചരിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. നന്നായിട്ട് കഴുകിയെടുക്കുക. നല്ല പോലെ കഴുകിയെടുത്തതിന് ശേഷമാണ് നമ്മളത് കുതിരാനായിട്ട് വെക്കുന്നത്. ഏകദേശം ഒരു 6 മണിക്കൂർ കൊണ്ട് തന്നെ പച്ചരി കുതിർന്ന് കിട്ടും. എന്നാൽ ഞാനത് തലേന്ന് അങ്ങ് കുതിരാനിടുകയാണ്. രാവിലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് നല്ല പോലെ ഒന്നുകൂടെ കഴുകിയെടുക്കണം കേട്ടോ. ഇതിലെ വെള്ളമൊക്കെ നമുക്ക് മാറ്റാം. നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി അളവ് കൂടുതലാണ്. അപ്പോൾ 2 വട്ടം വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തെ വട്ടം ഞാൻ 2 കപ്പ് അരിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 7 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മൊത്തം അളവിലേക്കുള്ള ഏലക്കയാണ് ഞാൻ ഇപ്പം ചേർത്തെടുക്കുന്നത്. രണ്ടാമത്തെ ബാച്ചിൽ നമുക്ക് ഇതൊന്നും ചേർക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഏലക്കയും അതിൻ്റെ കൂടെ തന്നെ ഒരു 2 അതല്ലെങ്കിൽ 3 ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. ഏലക്കയുടെയും നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂണോളം ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് ചോറും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇന്ന് വെള്ളത്തിൻ്റെ അളവ് കൃത്യമായി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. 2 കപ്പാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് മൊത്തത്തിൽ ഇടുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ബാച്ച് കൂടെ നമുക്ക് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് എടുക്കുമ്പോൾ ബാക്കിയുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 3 ടേബിൾ സ്പൂണോളം ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകവും ഏലക്കയും ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് നമുക്ക് ഇതുപോലെ അങ്ങ് അരച്ചെടുക്കാം. അതുകൂടെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 3/4 കിലോഗ്രാമോളമാണ് ശർക്കര എടുത്തേക്കുന്നത്. ഇത് കറക്റ്റ് അളവിനുള്ള മധുരമാണ് കേട്ടോ. ഇതിലേക്ക് 1.5 കപ്പാണ് വെള്ളം ഒഴിച്ചേക്കുന്നത്. ഇനി നമുക്കിത് ഉരുക്കിയെടുക്കാം. ഉരുക്കിയെടുത്തതിന് ശേഷം നല്ല ചൂടിൽ തന്നെയാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഒഴിച്ച ഉടനെ തന്നെ ഇത് ഇളക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വേറെ ഒന്നുമല്ല, ചൂടുള്ള ശർക്കര പാനിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതങ്ങനെ വെച്ചാൽ ഇത് കട്ട കുത്തും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇളക്കിയിട്ട് നമ്മൾ മാവ് അങ്ങ് റെഡിയാക്കി എടുക്കണം കേട്ടോ. മാവ് ഇളക്കിയിട്ട് ഇതിൽ കട്ടയൊന്നും ഇല്ലയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് ഇളക്കേണ്ട കാര്യമാണ്. ഈ ഒരു കലത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇത് നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. നമ്മൾ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ അളവിൽ തന്നെ നിങ്ങൾ ബേക്കിംഗ് സോഡ ചേർക്കണം കേട്ടോ. ഞാൻ ശർക്കര ഉരുക്കാൻ വെച്ച് പകുതി ആയ സമയത്ത് തന്നെ ഈ കുക്കർ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലേക്ക് നെയ്യ് 1 ടീസ്പൂണും 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ചേർത്തിട്ട് നമുക്ക് തേങ്ങാക്കൊത്തും അതുപോലെ ചെറിയ ഉള്ളിയും ഒന്ന് വറുത്തെടുക്കണം. ഞാൻ തേങ്ങാക്കൊത്ത് 3 ടേബിൾ സ്പൂൺ ഓരോ കുക്കറിലേക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിൽ 2 5 ലിറ്ററിൻ്റെ കുക്കറാണ്, 1 3 ലിറ്ററിൻ്റെ കുക്കറുമാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ തേങ്ങാക്കൊത്ത് ഓരോന്നിക്കും 3 ടേബിൾ സ്പൂൺ വീതം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ആയി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അതും ഓരോന്നിലേക്കും ഉള്ളതാണ് പറയുന്നത് കേട്ടോ. ഓരോന്നിലേക്കും 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളിയും അതുപോലെ 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. വറുത്തെടുത്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കാനുണ്ട്. കാരണം നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് ഇതങ്ങ് ചിലപ്പോൾ മുകളിലേക്ക് പൊങ്ങി വരില്ല. ചില സമയത്ത് മുകളിലേക്ക് കംപ്ലീറ്റ് അത് കവർ ചെയ്ത് വരും. അപ്പോൾ കവർ ചെയ്യാത്ത ഭാഗത്ത് നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മാറ്റി കൊടുക്കുന്നത്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഈ ഒരു കലത്തപ്പം കട്ടി വേണോ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരിക്കലും ഒരുപാട് മാവ് അങ്ങ് ഒഴിക്കേണ്ട. അങ്ങനെ ആകുമ്പോൾ അത് വെന്ത് കിട്ടാനും കുറച്ച് പ്രയാസമായിരിക്കും. ഈ ഒരു അളവിൽ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. 3 കുക്കറിലേക്കാണ് ഞാൻ ഒഴിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആ ഒരു പാകത്തിന് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചെറിയുള്ളിയും തേങ്ങാക്കൊത്തും മുകളിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കലത്തപ്പം വേവിക്കുന്ന സമയത്ത് കുക്കറിൽ വിസിലിടാൻ പാടില്ല. വിസിലില്ലാതെയാണ് നമ്മളിത് അടച്ചു വെക്കുന്നത്. അടച്ചു വെച്ചതിന് ശേഷം 1 മിനിറ്റിന് താഴെ മാത്രമാണ് ഞാൻ ഹൈ ഫ്ലെയിമിൽ
ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം നമ്മളിത് ലോ ഫ്ലെയിമിൽ 13 മിനിറ്റാണ് കേട്ടോ വേവിച്ചേക്കുന്നത്. ഇത്ര സമയം കൊണ്ട് തന്നെ ഇത് റെഡി ആയി കിട്ടും കേട്ടോ. അത്രയും ഫാസ്റ്റായിട്ട് വെന്ത് കിട്ടുന്ന ഒരു കളത്തപ്പാണത്. ഇതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ആ ചൂടോട് കൂടി തന്നെയാണ് ഇതിലേക്ക് മാവ് ഒഴിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കളത്തപ്പം റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 14 മിനിറ്റേ നമുക്ക് എടുത്തിട്ടുള്ളൂ. ആദ്യത്തെ 1 മിനിറ്റിന് താഴെ മാത്രമാണ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കുന്നത്. അതിനുശേഷം 13 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വേവിച്ചേക്കുന്നത്. കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ തന്നെ 15 മിനിറ്റ്, അതിൽ കൂടുതൽ ഇത് പോവില്ല. ആ ഒരു സമയം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. ഇതിൽ നമ്മളൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ ചൂടോട് കൂടിയാണ് മാവ് കുക്കറിലേക്ക് ഒഴിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ചൂട് അതേപോലെ തന്നെ നിലനിന്ന് നമുക്ക് ഇതിലേക്ക് ഒഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശർക്കര പാനി ഏകദേശം ആവാനാവുന്ന ആ സമയം ഉണ്ടല്ലോ, ആ സമയം കൊണ്ട് തന്നെ കുക്കർ അവിടെ റെഡി ആയിട്ട് നിൽക്കണം കേട്ടോ. കുക്കറിൽ അപ്പോഴേക്കും നമ്മുടെ തേങ്ങാക്കൊത്തും അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വറുത്ത് റെഡി ആയിട്ട് നിൽക്കണം. അപ്പോൾ ആ ലാസ്റ്റ് സമയം കുറച്ചൊരു ഹറിബറിയായിട്ട് നമ്മളെല്ലാം ചെയ്യേണ്ടി വരുമെന്ന് മാത്രം. കാരണം ചൂടോടുകൂടി നമ്മൾ പെട്ടെന്ന് ശർക്കര പാനി ഒഴിക്കുന്നു, അതേസമയം തന്നെ നമ്മൾ കുക്കറിൽ ഈ ഒരു തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും റെഡി ആയിട്ടുണ്ടാവും. ആ സമയം തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയും വേണം. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും, അങ്ങനെയുള്ളവർ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.